ഇതെൻ്റെ നേരെ മേലുള്ള ചേച്ചി. ഇത് ചേച്ചിയുടെ വീടാണ്. ഈ ചേച്ചിയുടെ പേര് ശ്രീദേവി. കുട്ടിക്കാലത്ത് എന്നേക്കാൾ മിടുക്കിയായിരുന്നു ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ. വാസ്തവത്തിൽ കലാമണ്ഡലത്തിൽ അച്ഛൻ ചേർക്കാൻ ഉദ്ദേശിച്ച് ഈ ചേച്ചിയും ഈ ചേച്ചിയുടെ മേലെ പത്മിനി എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട്. ഇവർ രണ്ടുപേരായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ തീരെ ചെറിയ കുട്ടികളാവുമോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ കലാമണ്ഡലത്തിൽ ചെന്ന് ആശാനോട് ചോദിക്കുകയും അതേസമയം തന്നെ ഇവർക്ക് കുറച്ച് കലാമണ്ഡലത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാനുള്ള വിഷമമൊക്കെ കൂടി ആയതുകൊണ്ടാണ് അത് ഞാനും എൻ്റെ നേരെ മേലെ ഉണ്ടായിരുന്ന ദേവകി ചേച്ചിയായിട്ട് മാറാൻ കാരണം. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഈ ചേച്ചിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പകരം ഒരു പക്ഷേ ഈ ചേച്ചി ആവുമായിരുന്നു കലാമണ്ഡലത്തിൽ ചേരേണ്ടിയിരുന്നത്. പക്ഷേ ദൈവനിശ്ചയം ഇങ്ങനെയാണ്, ഞാനാണ് ചേരാൻ ഭാഗ്യമുണ്ടായി. ഇപ്പോൾ എല്ലാ പ്രോത്സാഹനങ്ങളും ചേച്ചി തരുന്നുണ്ട്. നല്ല മോഹം ഉണ്ടായിരുന്നു കല്യാണത്തിൽ ചേരാനൊക്കെ. പക്ഷേ ഇല്ലത്തുനിന്ന് അമ്മ അച്ഛനെ വിട്ടു നിൽക്കാനുള്ള മടികൊണ്ട് പോയില്ല. അപ്പോൾ അങ്ങനെ അനിയത്തിമാർ രണ്ടാൾ അവിടെ ചേർന്നു. ഇപ്പോൾ എനിക്കതിൻ്റെ നല്ല പശ്ചാത്താപം ഉണ്ട്. അച്ഛന്ന് പറഞ്ഞിരുന്നു ഇതിൽ പിന്നീട് വിഷമിക്കുന്നു, അതൊക്കെ വളരെ ശരിയായി. ഇപ്പോൾ അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അതിന് പകരം എൻ്റെ അനിയത്തി എല്ലാ നിലയിലും ഉയർന്നു. ഇത് എൻ്റെ ഗുരുനാഥനാണ്. പയങ്കളം ചെറിയ രാമചാക്യാർ അഥവാ കലാമണ്ഡലം രാമചാക്യാർ എന്ന് അറിയപ്പെടുന്ന ഇദ്ദേഹം കലാമണ്ഡലത്തിൽ അധ്യാപകനായി ചേർന്ന ആ ഒരു വർഷമാണ് ഞാനും അവിടെ ഒരു കുടിയാട്ട വിദ്യാർത്ഥിനിയായിട്ട് ചേരുന്നത്. 1976-77 കാലഘട്ടത്തിലാണത്. അപ്പോൾ പയങ്കളം വലിയ രാമചാക്യാർ ആശാൻ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇദ്ദേഹമൊക്കെ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ക്ലാസ് തുടങ്ങിയെങ്കിലും എന്നെ പഠിപ്പിക്കലും ചൊല്ലിയാടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ആശാനാണ്. ആശാൻ്റെ ക്ലാസ്, അന്നത്തെ ക്ലാസ്സുകൾ ആലോചിക്കുമ്പോൾ ഇന്നും മനസ്സിൽ പേടിയാണ്. രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും ക്ലാസ്സുകൾ തുടങ്ങാറുണ്ട്. ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ടാണ് അത്ര വൈകിട്ട് തുടങ്ങുന്നത്. മറ്റേ അതിരാവിലെ ക്ലാസ്സുകളുണ്ട്. പക്ഷേ കലാമണ്ഡലത്തിൻ്റെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ട് 7 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും. 7:30 കൂടിയിട്ട് അവിടെ എത്തും. അവിടെ എത്തി യൂണിഫോമൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് കളരിയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ തന്നെ ഒരു ചിട്ടയുണ്ട്. കണ്ണ് സാധകം ചെയ്യുക, നവരസങ്ങൾ കാണിക്കുക, അടിസ്ഥാന മുദ്രകൾ കാണിക്കുക, രാമായണ സംശയം കാണിക്കുക, ഇങ്ങനെ കുറേ ചിട്ടകളുണ്ട്. അത് ഗുരുനാഥൻ കളരിയിൽ വരുന്നവരെയാണ് അതൊക്കെ ചെയ്യാറ്. കണ്ണ് സാധകം ഒരു ശീലാവുന്നവരേ ഉള്ളൂ ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കില്ല. അതുവരെ മുമ്പിലിരുത്തി ചെയ്യിപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു താണ് നിന്ന് ശ്ലോകം ചെല്ലുന്നൊരു ഇതുണ്ട്. അത് നില ഉറയ്ക്കുന്നതിനും സ്വരങ്ങൾ ഉറയ്ക്കുന്നതിന്, അതുപോലെ സ്വരസാധകം അങ്ങനെയുള്ള ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും കടുപ്പമായിട്ടുള്ളൊരു ക്ലാസ്സായിട്ട് തോന്നിയിട്ടുള്ളത്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ആശാൻ്റെ ഇന്ന് ഉണ്ടാവാറില്ല. താണ് നിന്നിട്ടില്ലെങ്കിൽ ആശാൻ മുമ്പിൽ വന്നിരുന്ന് കാലിൻ്റെ മുട്ട് പിടിച്ച് ആശാൻ അവിടെ ഇരിക്കും ഇത് കഴിയുന്നവരെ. ആ സമയത്ത് താണ് നിന്നതിൻ്റെ അധ്വാനത്തിൻ്റെ വേർപ്പും കണ്ണുനീരും കൂടി ഒലിച്ചിറങ്ങിയത് അതിൻ്റെ ആ ഒരു ഓർമ്മ ഇന്നും ഒരു എന്താ പേടിയോടുകൂടി അല്ലാണ്ട് എനിക്കിപ്പോഴും ഓർമ്മിക്കാൻ പറ്റില്ല. ഇപ്പോഴും ആശാൻ്റെ ഒപ്പം ഇരിക്കാൻ എനിക്ക് പേടി. ആ ഒരു കാര്യം ആലോചിച്ചാൽ തന്നെ എനിക്ക് വളരെയധികം പേടിയാണ്. പക്ഷെ അന്ന് അത്രയും നിഷ്കർഷയോട് കൂടിയിട്ട് ആശാൻ പഠിപ്പിച്ചതിൻ്റെ ഒരു ഫലം പിന്നീട് കലാമണ്ഡലത്തിൽ 8 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം എനിക്ക് കിട്ടിയ അരങ്ങുകളിൽ ആ പഠിച്ച കാലത്തുള്ള ചിട്ടയും അദ്ദേഹത്തിൻ്റെ നിഷ്കർഷയും അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാവുന്നത് കലാമണ്ഡലത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം പിന്നെയുള്ള അരങ്ങുകളിലാണ് അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള കലാരൂപങ്ങളിലേക്ക് ആശാൻ്റെ രീതി തന്നെയാണ് അഭികാമ്യം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി പഠിച്ചോല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് എൻ്റെ കുട്ടികളോട് അത്ര നിഷ്കർഷയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് പോരാ, ഞാൻ കുറച്ചും കൂടെ കർശനമാവണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ആദ്യത്തെ ബുദ്ധിമുട്ടും ഇപ്പോഴത്തെ സുഖവും, ആ ചൊല്ലിയാട്ടത്തിൻ്റെ സുഖവും കൂടെ ആലോചിക്കുമ്പോൾ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതിൽ ആ ഒരു ഇത് കർശനം കുറച്ചും കൂടെ ആവാമെന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഗുരുനാഥൻ്റെ കാര്യം പറയുന്ന സമയത്ത് പയങ്കളം ചാക്യാരാശാൻ അതുപോലെ ഇദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരും. ഞാൻ കലാമണ്ഡലത്തിലെ
അധ്യാപകനായി ചേരണത് 1976. അന്ന് അത്ര കുട്ടികൾ ഇല്ല എന്നുള്ള മട്ടാണ്, കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒന്ന് രണ്ട് കുട്ടികളെ കിട്ടിയാൽ, അപ്പോഴാണ് ഇവിടെ എമ്പ്രാന്തിരി അദ്ദേഹം അമ്മാവനെ ആയിട്ട് പരിചയമുണ്ട്. കണ്ടു അപ്പോൾ എൻ്റെ 2 മക്കളുണ്ട്, അവരെന്ന് ചേർത്താൽ കൊള്ളാം. എമ്പ്രാന്തിരി നന്നായി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി അന്വേഷിക്കുക. എൻ്റെ അമ്മാവനാണ് പൈങ്കുളം രാമശാഖേര. അദ്ദേഹം പറഞ്ഞ ഞാൻ എൻ്റെ ഒപ്പമുള്ള ശിവൻ നമ്പൂരിയും കൂടിയിട്ട് ഈ എമ്പ്രാന്തിരിയെ കാണാനായിട്ട് അന്ന് ഈ സതി എന്നുള്ള പേരൊന്നും അറിയില്ല കേട്ടോ. കണ്ടു, അത് സമയമായി അല്ലേ, എന്നിട്ട് ചേർക്കണത് 2 കുട്ടികൾ. സതിയുണ്ട്, സതിയുടെ ഒരു ചേച്ചി ദേവകി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, ചെറിയ കുട്ടിയാണ്, ഒന്നും ആയിട്ടില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ എനിക്ക് തന്നെ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു, ഒരു പുതിയൊരു കുട്ടിയെ നമുക്ക് പഠിപ്പിക്കാൻ തരാവുക എന്നുള്ളതിൽ ഒരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കലുണ്ടായിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ച് ഒരു ഇങ്ങനെ സതി പറയണത് പോലെ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് നിശ്ചയില്ല. അത്രയൊക്കെ വേറൊന്ന് വിചാരിക്കാറുണ്ട്, പഠിപ്പിക്കുന്ന കുട്ടികളെ അത് ഭംഗിയാക്കി ചെയ്യണം എന്നുള്ളത് വിചാരിക്കൽ പതിവുണ്ടായിരുന്നു. ഒരിക്കൽ ഈ സതി പറഞ്ഞതുപോലെ ഈ സതിയൊന്നും ഈ നിലയിൽ ആവുന്ന അന്ന് നിരീക്ഷിച്ചിട്ടുണ്ടല്ല കേട്ടോ. അന്ന് സാധാരണ ചില കുട്ടികളുണ്ട്, അതുപോലെ സതിയുണ്ട്. പിന്നെ സതിക്ക് ഇന്ന് സതിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെയിലോ ഒന്നുമല്ല പഠിപ്പിച്ചേരുന്നില്ല, സതിയുടെ സ്വപ്രയത്നമാണ്. ആ സ്വപ്രയത്നത്തിൽ കൂടെ ആ കുട്ടി വളരെയധികം വലുതാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കേണ്ടതർത്ഥം. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്, പ്രത്യേകം പറയണം. അന്ന് സാധാരണക്കാരെ പല കുട്ടികളുണ്ടായിരുന്നു, അതിലത്തെ ഒരു കുട്ടീനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ആ കുട്ടിക്ക് കലശലായിട്ടുള്ള മോഹം ഉണ്ടായിരുന്നു. ഇത് പഠിക്കണം, അത് വേണ്ടതുപോലെ ആവണം, എനിക്കതിലൊരു അങ്ങനൊരു ഒരു 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 കണ്ണും ഒരു ലക്ഷ്യം ആ കുട്ടിയിലുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വേറെ ചിലത് കാണുമ്പോഴാണ് ഇപ്പോഴാണ് അന്ന് കുറച്ചും കൂടി ശ്രദ്ധിക്കായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞാനും എൻ്റെ എഴുത്തിയും കൂടി ആണ് ഒരുമിച്ച് ചേർന്നെന്ന് പാശാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ 2 വയസ്സിൻ്റെ വ്യത്യാസമാണ്. ഞാൻ 11 വയസ്സ്, എഴുത്തി 13 വയസ്സ്. ആ സമയത്താണ് ചെന്ന് ചേരുന്നത്. അപ്പോൾ ചാക്യാരാശാൻ, വലിയ ആശാൻ പറഞ്ഞത് ഈ പ്രായമാണ് പഠിക്കാൻ പറ്റിയതെന്ന് പറയലുണ്ടായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല എഴുത്തിൻ്റെ ശബ്ദം കുറച്ച് സുഖമുള്ളൂ. പാട്ട് പഠിപ്പിക്കണം ദേവികയെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ അക്കിത്തെ ഇങ്ങനെയുള്ള എഴുത്തിയെ കൊണ്ട് ഇങ്ങനെ കൂടുതൽ ചെല്ലിപ്പിച്ചായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അത് അധികകാലം ഉണ്ടായില്ല. ഞാനിപ്പോഴും ഓരോ അരങ്ങുകൾ കഴിയുമ്പോഴും ഞാൻ ഓർമ്മിക്കാറുള്ളൊരു കാര്യം അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് പലപ്പോഴും വളരെ സങ്കടത്തോടു കൂടി ഓർക്കാറുണ്ട്. കാരണം ശരിക്കും കൂട്ടുകാരെ പോലെ, എഴുത്തിയാണെങ്കിലും കൂട്ടുകാരെ പോലെ ആയിരുന്നു ഞങ്ങൾ. പെട്ടെന്ന് എഴുത്തി ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്ത് മാത്രമാണ് എനിക്കിനി വീണ്ടും ഇത് തുടരാൻ പറ്റുമോ എന്നൊന്ന് തിരിച്ച് ചിന്തിച്ചത്. അതുവരെ വളരെ കഠിനമായ ശിക്ഷണം ഉണ്ടായിട്ടും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പഠിച്ചതെന്ന് വെച്ചാലും അപ്പോഴൊന്നും തോന്നിയിട്ടില്ല ഇത് വേണ്ടാന്ന് വയ്ക്കാൻ, അപ്പോഴൊന്നും തോന്നിയിട്ടില്ല. ഉത്സാഹം തന്നെയായിരുന്നു പഠിക്കാൻ. പക്ഷേ എഴുത്തി ഇല്ലാതെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി എങ്ങനെ ഞാൻ അവിടെ തങ്ങുക എന്നുള്ളത് വളരെയധികം, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കേണ്ട ഒരു ഇതായിരുന്നു. അപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി സ്വന്തം ഇല്ല, ഇവിടെ അടുത്ത് തന്നെയാണ് സ്വന്തം വീട്, അവിടുന്ന് പോയിട്ട് വരാനുള്ള പ്രത്യേക അനുവാദം വാങ്ങിച്ചു.
കേരള കലാമണ്ഡലത്തിനടുത്ത് ഞാൻ താമസിക്കുന്ന വീടാണ്. ഇത്രയും കാലം ഞാൻ താമസിച്ചിരുന്ന തിരുവനന്തപുരത്ത് കരമനയിലുള്ള വീട്ടിലാണ്. അന്ന് ജോലി മാർഗിയിലായിരുന്നു. മാർഗിയിൽ നിന്നും കേരള കലാമണ്ഡലത്തിൽ കൂടിയാട്ട അധ്യാപികയായിട്ട് ജോലി കിട്ടിയപ്പോൾ ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണ്. എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെ അടുത്ത് തന്നെ ചെറുതുരുത്തിയിൽ തന്നെയാണ് സ്വന്തം വീട്. ഇവിടെ തന്നെ ആണെങ്കിലും എനിക്ക് ജോലിക്ക് പോകാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വീടെടുത്ത് താമസിക്കുകയാണ്. ഇതെൻ്റെ മകളാണ്. പേര് രേവതി. +2 പഠിക്കുന്നു. കൂത്തും കൂടിയാട്ടവും പാട്ടും എല്ലാം പഠിക്കുന്നുണ്ട്. ഇത് മകൻ ദേവനാരായണൻ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൃദംഗം, വയലിൻ, പാട്ട് ഒക്കെ പഠിക്കുന്നുണ്ട്.